10 വർഷത്തിലധികം നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ചവരാണ് വിഷ്ണുവും ആതിരയും. ഇരുവരുടെയും വീട്ടുകാർക്കും ബന്ധത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ മറ്റൊരു വിവാഹത്തിന് ഇരുവരും ഒരിക്കലും തയ്യാറാകില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തതോടെ മനസ്സില്ലാ മനസ്സോടെ വീട്ടുകാർ വിവാഹത്തിന് തയ്യാറാവുകയായിരുന്നു. പ്രത്യേകിച്ചും വിഷ്ണുവിന്റെ വീട്ടുകാരാണ് വിവാഹത്തിന് കൂടുതൽ മുൻകൈ എടുത്തതും. ഇരുവർക്കും പിന്നീട് ഒരു മകൾ ജനിച്ചു. ഒരുമിച്ച് ജീവിതം ആരംഭിച്ച ഇരുവർക്കുമിടയിൽ പതിയെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു. പിന്നീട് കഴിഞ്ഞ 1.5 വർഷമായി ആതിര വിഷ്ണുവുമായി അകന്ന് സ്വന്തം വീട്ടിൽ താമസം തുടർന്നു വരികയായിരുന്നു. വിഷ്ണുവിന്റെ ജീവനെടുത്ത തർക്കത്തിൽ അച്ഛനില്ലാതായത് അച്ഛനെ അത്ര കണ്ട് സ്നേഹിച്ചിരുന്ന ഒരു 7 വയസ്സുകാരിക്കാണ്. എന്തായാലും ഭാര്യ വീട്ടിലുണ്ടായ വഴക്കിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ ഭാര്യയും പിതൃ സഹോദരന്മാരായ 3 പേരും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭാര്യ ആതിര തന്നെയാണ് 1ാം പ്രതി. പ്രതികൾക്കെതിരെ നരഹത്യക്കാണ് പോലീസ് കേസ്. ഭാര്യ ആറാട്ടുപുഴ തറയിൽക്കടവ് തണ്ടാശ്ശേരിൽ വീട്ടിൽ ആതിര, പിതൃ സഹോദരന്മാരായ തണ്ടാശ്ശേരിൽ ബാബുരാജ്, പത്മൻ, പൊടിമോൻ എന്നിവരെയാണ് സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ ആറാട്ടുപുഴ പെരുമ്പള്ളി പുത്തൻപറമ്പിൽ വിഷ്ണുവാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഭാര്യ വീട്ടിൽ ബന്ധുക്കളുടെ മർദ്ദനമേറ്റ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി 10ഓടെയായിരുന്നു സംഭവം. വിഷ്ണുവിന്റെയും ആതിര രാജിന്റെയും പ്രണയവിവാഹമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായി ഇരുവരും പിരിഞ്ഞു കഴിയുകയായിരുന്നു. തന്റെ ഒപ്പമുണ്ടായിരുന്ന മകളെ തിരികെ ഏൽപ്പിക്കാൻ യുവാവ് എത്തിയപ്പോൾ ഭാര്യ ആതിരയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് പിതൃ സഹോദരന്മാർ വിഷ്ണുവിനെ കൂട്ടമായി മർദ്ദിച്ചത്. വിഷ്ണുവിന്റെ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയിരുന്നു. ദാമ്പത്യ തർക്കത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാക്കിയ ധാരണ പ്രകാരം മകൾ അവധി ദിവസങ്ങളിൽ അച്ഛനായ വിഷ്ണുവിനോടൊപ്പമാണ് കഴിയുന്നത്. ഇങ്ങനെ തന്നോടൊപ്പമായിരുന്ന മകളെ തിരികെ ഏൽപ്പിക്കാനാണ് ചൊവ്വാഴ്ച വൈകുന്നേരം വിഷ്ണു ഭാര്യ വീട്ടിലെത്തിയതും. ചൊവ്വാഴ്ച ജില്ലയിൽ സ്കൂൾ അവധിയായിരുന്നതിനാൽ മകളെ വിഷ്ണു സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാത്രി ഭാര്യ വീട്ടിൽ തിരികെ വിട്ടപ്പോൾ അച്ഛനൊപ്പം മടങ്ങിപ്പോകണമെന്ന് 7 വയസ്സുകാരി കുട്ടിയും വാശി പിടിച്ചു. പിന്നീട് വിഷ്ണുവും ആതിരയും തമ്മിൽ തർക്കമുണ്ടായി. ബഹളം കേട്ട് ഓടി വന്ന പിതൃ സഹോദരന്മാരും വിഷ്ണുവും തമ്മിൽ അടിപിടി ഉണ്ടായതായും തുടർന്നുണ്ടായ മർദ്ദനമാണ് യുവാവിന്റെ മരണത്തിനിടയാക്കിയതെന്നും പോലീസ് പറഞ്ഞു. വിഷ്ണു ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലിരുന്ന ആളാണെന്ന് കൂടിയും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അടിപിടിക്കിടെ വീണ് അബോധാവസ്ഥയിലായ വിഷ്ണുവിനെ കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അവധി ദിവസങ്ങളിൽ മകളെ വിഷ്ണു തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇത്തരത്തിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മകളെ തിരികെ ഭാര്യ വീട്ടിൽ എത്തിച്ചപ്പോഴായിരുന്നു വിഷ്ണുവിന്റെ ജീവനെടുത്ത തർക്കത്തിന്റെ തുടക്കം. പിന്നീടാണ് ഇത് വലിയ മർദ്ദനത്തിലേക്ക് കലാശിച്ചത്. സമാനമായ തർക്കങ്ങൾ ഇതിനു മുൻപും ആതിരയുടെ ബന്ധുക്കളും വിഷ്ണുവും തമ്മിൽ ഉണ്ടായിരുന്നതായും കമ്പിവടികളും മറ്റും ഉപയോഗിച്ചായിരുന്നു കൂട്ടമർദ്ദനമെന്നും അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നുവെന്നും വിവാഹത്തിന് ആതിരയുടെ വീട്ടുകാർക്ക് സമ്മതമുണ്ടായിരുന്നില്ലെന്നും അയൽവാസികൾ ഫോക്കസ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. വിഷ്ണുവും ഭാര്യയുമായി ഉണ്ടായ തർക്കത്തിൽ ഇരുവരും മോശം പദപ്രയോഗങ്ങൾ നടത്തിയിരുന്നതായും ആരോപണമുണ്ട്. വിഷ്ണുവിന്റെ ശരീരത്തിൽ പുറമേ വലിയ പരിക്കുകളില്ല. തലയ്ക്ക് പിന്നിൽ മുറിവേറ്റ പാടുണ്ട്. ഇതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. എന്തായാലും 34-കാരനായ വിഷ്ണു മരണപ്പെട്ട സംഭവത്തിൽ ഭാര്യ ആതിരയാണ് 1ാം പ്രതി. പ്രതികളുടെ പേരിൽ നരഹത്യക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.